ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മളൊരു പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മുടെ 10ാം ക്ലാസ്സിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററായ അരിത്തമെറ്റിക് സീക്വൻസസ് സമാന്തര ശ്രേണികൾ എന്ന ചാപ്റ്ററിൽ ഇൻട്രൊഡക്ഷൻ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ടായിരുന്നു അല്ലേ. നമ്മൾ എന്താണ് ഒരു നമ്പർ സീക്വൻസ് എന്നും അതിൻ്റെ എക്സാമ്പിൾസും കാര്യങ്ങളൊക്കെ കുറച്ച് ഡിസ്കസ് ചെയ്ത് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അടുത്തതായിട്ട് നമുക്കിനി പറയാനുള്ളത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഒരു എക്സസൈസ് പോലെ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. അതൊന്ന് നോക്കാം. സ്ക്രീനിൽ നിങ്ങൾക്ക് മലയാളം മീഡിയത്തിൻ്റെയും ഇംഗ്ലീഷ് മീഡിയത്തിലുള്ള ക്വസ്റ്റ്യൻസ് കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഒന്നാമത്തെ ചോദ്യം എന്താ, കുറച്ച് പൊട്ടുകൾ അല്ലേ, കുറച്ച് ഡോട്ട്സ് തന്നിട്ട് നമുക്ക് റെഡ് കളേഴ്സ് ഡോട്ട്സ് തന്നിട്ടുണ്ട്. എന്നിട്ട് എന്താ പറഞ്ഞത്, ഓരോ ത്രികോണത്തിലുമുള്ള പൊട്ടുകളുടെ എണ്ണം എഴുതുക. തുടർന്നുള്ള 3 ത്രികോണങ്ങൾ ഉണ്ടാക്കാൻ വേണ്ട പൊട്ടുകളുടെ എണ്ണം കണക്കാക്കുക. അതായത് നമ്മളോട് ജസ്റ്റ് ഇത് കൗണ്ട് ചെയ്യാനല്ലേ, സാധാ ചെറിയ ക്വസ്റ്റ്യൻ ആണ്. ഇത് കൗണ്ട് ചെയ്തിട്ട് എത്ര എണ്ണം ഉണ്ട് എന്ന് പറയാൻ മാത്രമാണ് പറഞ്ഞത്. നിങ്ങൾ നോക്ക്, ഒന്നാമത്തെ ഫിഗറിൽ നമ്മൾ എത്ര എണ്ണം കാണുന്നുണ്ട്? നിങ്ങൾ ഒന്നാമത്തെ ഫസ്റ്റ് ഫിഗർ നോക്ക്. ഫസ്റ്റ് ഫിഗറിൽ എത്ര എണ്ണം കാണുന്നുണ്ട്? ഫസ്റ്റ് ഫിഗറിൽ നമ്മൾ ഇവിടെ നോക്ക്, ഒന്നാമത്തെ റോയിൽ 1ഉം രണ്ടാമത്തെ റോയിൽ 2 എണ്ണം കാണുന്നുണ്ട് അല്ലേ. അപ്പോൾ ടോട്ടൽ എത്ര എണ്ണം കാണുന്നുണ്ട്? അതെ, 1 + 2 കാണുന്നില്ലേ? 1 + 2, അതായത് ഒന്നാമത്തെ ഫിഗറിൽ 3 എണ്ണം നിങ്ങൾ കാണുന്നുണ്ട്. എല്ലാവരും കാണുന്നുണ്ടല്ലോ, എണ്ണി നോക്ക്, 3 പൊട്ടുകൾ കാണാം. ഇനി രണ്ടാമത്തെ ഫിഗറിൽ, സെക്കൻഡ് ഫിഗറിൽ നിങ്ങൾ എന്ത് കാണുന്നുണ്ട് നോക്ക്. സെക്കൻഡിൽ ഇവിടെ നോക്ക്, 1 പിന്നെ 2 അല്ലേ. അപ്പോൾ ടോട്ടൽ 3 3ഉം 3ഉം 6 അങ്ങനെയല്ലേ വരുന്നത്. അടുത്ത റോയിലേക്ക് വന്നപ്പോൾ 3 എണ്ണം കൂടി അല്ലേ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ, ഒന്നാമത്തെ റോയിൽ 1 പിന്നെ 2 പിന്നെ 3 ഇങ്ങനെയല്ലേ വന്നിരിക്കുന്നത്. ടോട്ടൽ 6 ഡോട്ട്സ് അല്ലേ, 6 കുത്തുകളല്ലേ നമ്മൾ കാണുന്നുള്ളത്. ഇനി ലാസ്റ്റ് ഫിഗർ നോക്ക്, ടെക്സ്റ്റിൽ തന്നിട്ടുള്ള ഒന്നാമത്തേതിൽ 1 പിന്നെ 2 പിന്നെ 3 പിന്നെ 4 അല്ലേ. അപ്പോൾ അവിടെ വരുന്ന ആ ഒരു പ്രത്യേകത നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. എന്താ സംഭവിക്കുന്നത്, ഓരോ റോ കഴിയും തോറും അതിൻ്റെ എണ്ണം കൂടി വരുന്നുണ്ട് അല്ലേ. അപ്പോൾ തേർഡ് റോ എത്തിയപ്പോൾ എന്താ സംഭവിച്ചത് പറ. തേർഡിൽ എന്ത് സംഭവിച്ചു? 1 + 2 + 3 പിന്നെ ഒരു റോ കൂടി അല്ലേ, 4. അപ്പം 4 എണ്ണം കൂടിയല്ലോ. അപ്പോൾ ടോട്ടൽ എത്ര എണ്ണമായി? അതെ, 10 എണ്ണമായി അല്ലേ. 1 2 3 3 3 6 4 10 എണ്ണമായി. ക്ലിയർ ആയല്ലോ. അപ്പം നമ്മളോട് പറഞ്ഞ ഒന്നാമത്തെ ചോദ്യത്തിന് ഉത്തരമായി. ഫസ്റ്റ് 3 ഫിഗറിൽ കാണുന്ന എത്ര ഡോട്ട്സ് ഉണ്ടെന്ന് എണ്ണി നോക്കാനാണ് പറഞ്ഞത്. നമ്മൾ എണ്ണിയില്ലേ. ഇനി എന്താ അവർ ചോദിച്ചത്, തുടർന്ന് 3 ത്രികോണങ്ങൾ ഉണ്ടാക്കാൻ വേണ്ട പൊട്ടുകളുടെ എണ്ണം. ഇതേപോലെ നമ്മൾ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എത്ര എണ്ണം വേണ്ടി വരും? സിമ്പിളായിട്ട് പറഞ്ഞൂടെ. അടുത്തതിലേക്ക് വരുമ്പോൾ എത്ര എണ്ണം കൂടും? ഇവിടെ നോക്ക് നിങ്ങൾ, ഇവിടെ 1 പിന്നെ നമുക്ക് 2 3 4 5 എണ്ണം കൂടൂലേ, വരില്ലേ. അടുത്തതിൽ വരുമ്പോൾ എന്ത് സംഭവിക്കും? 6 എണ്ണം കൂടൂ അല്ലേ. അപ്പോൾ അത്രയല്ലേ ഉള്ളൂ. അപ്പോൾ നാലാമത്തേതിൽ വരുമ്പോൾ ആദ്യത്തെ റോയിൽ 1 പിന്നെ 2 3 4 5 ക്ലിയർ അല്ലേ. അപ്പോൾ ടോട്ടൽ എത്ര എണ്ണമാവും? 15 എണ്ണം ഉണ്ടാവില്ലേ. 15 ഡോട്ട്സ് വേണം അല്ലേ നാലാമത്തെ ഒരു ഫിഗർ വരയ്ക്കാൻ. ഇനി അഞ്ചാമത്തെ ഫിഗർ വരയ്ക്കാൻ എത്ര എണ്ണം വേണം പറഞ്ഞൂടെ? 1 + 2 3 + 4 + 5 അടുത്തതിലേക്ക് വരുമ്പോൾ എന്താ സംഭവിക്കുക? 6 എണ്ണം കൂടി വേണം അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, 15നോട് 6 കൂട്ടിയാൽ എത്രയാണ്? 15 + 6 വരുമ്പോൾ എന്ത് വരും? 21 വരും ആൻസർ. ക്ലിയർ അല്ലേ. ഇനി ഒന്നുകൂടി നമുക്ക് നോക്കാം. അടുത്ത ഒരു ഫിഗർ കൂടി വരയ്ക്കുമ്പോൾ, ആറാമത്തെ ഫിഗർ വരയ്ക്കുമ്പോൾ എന്താ സംഭവിക്കുക? അതെ, കറക്റ്റാണ്. 1 2 പിന്നെ 3 എണ്ണം, അടുത്ത റോയിൽ 4 പിന്നെ 5 ദെൻ 6. ലാസ്റ്റ് റോയിൽ എത്ര എണ്ണം വരും? 7 എണ്ണം വരും അല്ലേ. 7 പൊട്ടുകൾ നമ്മളൊന്ന് വരച്ച് നോക്കിയാൽ പെട്ടെന്ന് കിട്ടും. 7 എണ്ണം വരും. അതായത് 21 + 7 എത്ര വരും? 28 വരും. ക്ലിയർ അല്ലേ. സിമ്പിളായിട്ട് ഡോട്ടിൻ്റെ എണ്ണം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റിയല്ലോ. ഒരു ഡൗട്ടും ഇല്ലല്ലോ, കൂടുതൽ ചിന്തിക്കാനൊന്നുമില്ല അല്ലേ. ജസ്റ്റ് കൂട്ടി എഴുതിയാൽ മതി. ഓരോ റോ കഴിയും തോറും എണ്ണം കൂടി വരികയാണ് ഇവിടെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ ഇവിടെ കാണുന്നില്ലേ? എന്താ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്ക്. ഫ്രം ദ സീക്വൻസ് ഓഫ് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ, സ്ക്വയർ, റെഗുലർ പെൻറ്റഗൺ ആൻഡ് സോ ഓൺ ഓഫ് റെഗുലർ പോളിഗൺസ് ഫ്രം ദ ഫോളോയിങ് സീക്വൻസസ്. അതായത് നമുക്കിവിടെ സീക്വൻസ് ആയി തന്നിരിക്കുന്നത് എന്താ? കുറച്ച് ഷേപ്പുകളാണ് അല്ലേ. കുറച്ച് ഷേപ്സ് തന്നിട്ടുണ്ട്. എന്താ റെഗുലർ പോളിഗൺസ് ഓർമ്മയുണ്ടോ? നമ്മൾ 8ാം ക്ലാസ്സിൽ വിശദമായിട്ടൊരു ചാപ്റ്റർ തന്നെ പഠിക്കുന്നുണ്ട്, പോളിഗൺസ് എന്ന് പറഞ്ഞിട്ട് അല്ലേ. അപ്പോൾ റെഗുലർ പോളിഗൺ എന്ന് പറഞ്ഞാൽ എന്താ?
അതെ, എല്ലാ സൈഡ്സും എല്ലാ ആംഗിൾസും ഈക്വൽ ആയിട്ട് വരുന്ന ക്ലോസ്ഡ് ഫിഗർ അഥവാ പോളിഗൺസിനെയാണ് നമ്മൾ റെഗുലർ പോളിഗൺ എന്ന് പ്രത്യേകമായിട്ട് പറയാം അല്ലേ. വെറുതെ ഒരു ട്രയാങ്കിൾ, ഇപ്പോൾ ഇവിടെ നോക്ക്, ഞാൻ ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഒരു ട്രയാങ്കിൾ വരച്ചാൽ ഇത് ട്രയാങ്കിൾ തന്നെയാണ് അല്ലേ. പക്ഷേ ഇതിൻ്റെ എല്ലാ സൈഡ്സും ഈക്വൽ ആണോ? അല്ലെങ്കിൽ ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഇതും ട്രയാങ്കിൾ ആണ്, പക്ഷേ ഇതിൻ്റെ സൈഡ്സ് ഈക്വൽ ആണോ? അല്ലല്ലോ. എല്ലാ സൈഡ്സും ഈക്വലായി വരുമ്പോൾ മാത്രമേ നമ്മൾ അതിന് എന്തെന്ന് പറയുള്ളൂ, റെഗുലർ എന്ന വേർഡ് കൂട്ടി പറയാൻ പറ്റുള്ളൂ. അപ്പോൾ 3 സൈഡും ഈക്വലായിട്ട് വരുന്ന ട്രയാങ്കിളിന് വേറെ തന്നെ ഒരു പേരുണ്ടല്ലോ, എന്താണ്? ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ അല്ലേ. ഞാൻ ഇവിടെ വരച്ചിരിക്കുന്നത് കണ്ടിട്ട് നിങ്ങൾക്ക് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആയിട്ട് തോന്നില്ലേ? ഇവിടെ നോക്ക്, ഇതിപ്പോൾ ഒരു 3 സെൻറ്റിമീറ്റർ ആണെങ്കിൽ എല്ലാം എന്ത് തന്നെയായിരിക്കും? 3 ആണെങ്കിൽ ഇതൊക്കെ എന്ത് തന്നെയായിരിക്കും? 3 സെൻറ്റിമീറ്റർ തന്നെ വരും അല്ലേ. 4 ആണെങ്കിൽ ഇത് 3ഉം 4 ആയിരിക്കും. അപ്പോൾ എല്ലാ സൈഡ്സും ഈക്വൽ ആയിട്ടുള്ള പോളിഗൺസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റെഗുലർ പോളിഗൺ എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട്, അഥവാ റെഗുലർ പോളിഗൺ അല്ലെങ്കിൽ മലയാളത്തിൽ എന്ത് പറയാം? സമബഹുഭുജം എന്ന് പറയാം. അപ്പോൾ ഒന്നാമത്തത് സമഭുജ ത്രികോണം, ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ അല്ലേ. സമഭുജ ത്രികോണം, എല്ലാ ഭുജവും ഈക്വൽ ആയിട്ടുള്ളത്, അതാണ് സമഭുജ ത്രികോണം. 4 വശം എല്ലാം ഈക്വൽ ആയിട്ട് വന്നാൽ അതിനെന്താ നമ്മൾ വിളിക്കുക? സ്ക്വയർ അഥവാ സമചതുരം എന്ന് വിളിക്കും. 4 സൈഡും 4 ആംഗിളും ഈക്വൽ ആയാൽ അത് സ്ക്വയർ ആണ്, അല്ലെങ്കിൽ സമചതുരമാണ് അല്ലേ. 5 സൈഡായാൽ അതിനെ നമ്മൾ എന്ത് വിളിക്കും? റെഗുലർ പെൻറ്റഗൺ അഥവാ സമപഞ്ചഭുജം അല്ലേ. സമ എന്നുള്ള വാക്ക്, റെഗുലർ എന്നുള്ള വാക്ക് നമ്മൾ കൂട്ടിയിട്ട് പറയണം അല്ലേ. ഇനി അഷ്ടഭുജമാണെങ്കിലോ സമ അഷ്ടഭുജം അല്ലെങ്കിൽ സമ ഷഡ്ഭുജം അല്ലേ. അങ്ങനെ നമ്മൾ കൂട്ടി പറയണം. റെഗുലർ ഹെക്സഗൺ, റെഗുലർ ഹെപ്റ്റഗൺ അങ്ങനെ പറയണം. അപ്പോൾ നമ്മളിവിടെ നോക്കാൻ പോകുന്നത്, നിങ്ങളോട് പറഞ്ഞത് ഇതിൻ്റെ നമ്പർ ഓഫ് സൈഡ്സ്. നിങ്ങൾ പറ, ഇതിൽ എത്ര നമ്പർ ഓഫ് സൈഡ്സ് ഉണ്ട്? എത്ര വശങ്ങളുണ്ട്? നമ്പർ ഓഫ് സൈഡ്സ് 3 സൈഡാണ് അല്ലേ ഉള്ളത്. അത് എഴുതുന്നതിൽ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. ഇനി നമ്മൾ ഓരോ ഫിഗറിൻ്റെയും സം ഓഫ് ഇന്നർ ആംഗിൾ, അതായത് അകക്കോണുകളുടെ തുക, പിന്നെ പുറംകോണുകളുടെ തുക, ഔട്ടർ ആംഗിൾസിൻ്റെ സം, ഇതൊക്കെ എഴുതാൻ പോവാണ്. ഫസ്റ്റ് നമ്മൾ ഓരോ ഫിഗറായിട്ട് നോക്കാം. സം ഓഫ് ഇന്നർ ആംഗിൾസ് നിങ്ങൾ പറ. സം ഓഫ് ഇന്നർ ആംഗിൾസ് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ഇന്നർ ആംഗിൾസിൻ്റെ സമ്മ് കാണാൻ വേണ്ടി നമ്മളൊരു ഇക്വേഷൻ തന്നെ പഠിച്ചിട്ടുണ്ട്. എന്തായിരുന്നു? n-2 × 180 ഡിഗ്രി. ഓർക്കുന്നുണ്ടോ? n-2 × 180. n എന്ന് പറഞ്ഞാൽ എന്താ? നമ്പർ ഓഫ് സൈഡ്സ്. ഇവിടെ നിങ്ങൾ നോക്ക്, 3 സൈഡ്സ് അല്ലേ നമ്മുടെ ട്രയാങ്കിളിന് വരുന്നത്. അപ്പോൾ നമ്മൾ n-ന് വാല്യൂ എന്ത് കൊടുക്കണം? 3 എന്ന് കൊടുക്കണം അല്ലേ. സോ 3 - 2 × 180 എന്ന് വരും, വിച്ച് ഈസ് ഈക്വൽ ടു എന്ത് വരും? 1 × 180 അല്ലേ. 3 - 2 എന്ന് പറഞ്ഞാൽ 1 അല്ലേ. സോ 1 × 180 വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് വരും? 180 എന്ന് തന്നെ കിട്ടും അല്ലേ. അപ്പോൾ ഈ 3 ആംഗിൾസിൻ്റെയും ടോട്ടൽ സം എത്രയാണെന്ന് കിട്ടി? 180 ഡിഗ്രിയാണെന്ന് കിട്ടി. അതല്ലേ ഒന്നാമത്തതിൻ്റെ ഉത്തരം. സം ഓഫ് ഇന്നർ ആംഗിൾസ് അഥവാ അകക്കോണുകളുടെ തുക എന്ന് പറയുന്നത് 180 ഡിഗ്രിയാണ്, 180 ഡിഗ്രിയാണ്. ഇനി രണ്ടാമത്തത് എന്താ? പുറംകോണുകളുടെ തുക. എന്താ ഈ പുറംകോണ് എന്ന് പറയുന്നത്? ഒന്നുമില്ല, നമ്മൾ ഈ സൈഡ്സിനെ ഒന്ന് നീട്ടി ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? പുറംകോൺ. ഇങ്ങനെ നമ്മൾ ലെങ്ത്ത് പുറത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കുമ്പോൾ ഇവിടെ ഒരു ആംഗിൾ ഉണ്ടാവുന്നത് നിങ്ങൾ കാണുന്നുണ്ടോ? ഇവിടെ കണ്ടോ ഒരു ആംഗിൾ ഫോം ചെയ്തത്? അതേപോലെ ഞാൻ ഇതിനെ ഇങ്ങോട്ട് വരയ്ക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ആംഗിൾ ഫോം ചെയ്യില്ലേ? ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ആംഗിൾ ഫോം ചെയ്യില്ലേ? ഇതിനാണ് എന്തെന്ന് പറയുക? ഔട്ടർ ആംഗിൾ എന്ന് പറയുക. നമ്മൾ പഠിച്ചിട്ടുണ്ട് പോളിഗൺസിൽ ഔട്ടർ ആംഗിളിൻ്റെ സമ്മ് കാണാൻ ഇക്വേഷനൊന്നുമില്ല. ഔട്ടർ ആംഗിളിൻ്റെ സമ്മ് ഏത് പോളിഗൺ ആണെങ്കിലും അഥവാ ഏത് ബഹുഭുജമാണെങ്കിലും പുറംകോണുകളുടെ തുക എല്ലായ്പ്പോഴും 360 ഡിഗ്രി ആയിരിക്കും. അതിന് 3 വശമായാലും 4 വശമായാലും 5 വശമായാലും 100 വശങ്ങളുള്ള ബഹുഭുജമാണെങ്കിലും ശരി, പുറംകോണുകളുടെ തുക അല്ലെങ്കിൽ സം ഓഫ് ഔട്ടർ ആംഗിൾസ് ഈസ് ഓൾവേസ് 360 ഡിഗ്രി. അപ്പോൾ പിന്നെ അത് വേറെ വേറെ പഠിച്ചു വെക്കാനൊന്നുമില്ല, എല്ലാത്തിൻ്റെയും 360 ഡിഗ്രി ആയിരിക്കും. എങ്ങനെ പറയാം? സം ഓഫ് ഔട്ടർ ആംഗിൾ എത്ര വരും? 360 ഡിഗ്രി. ഓക്കെ അല്ലേ? ഇനി അടുത്ത് എന്താ നമ്മളോട് ചോദിച്ചത്? അവിടെ ക്വസ്റ്റ്യൻ കാണുന്നില്ലേ? നിങ്ങൾ ക്വസ്റ്റ്യനിൽ നോക്ക്. ഇനി ആൻ ഇന്നർ ആംഗിൾ. ആൻ ഇന്നർ ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഇന്നർ ആംഗിൾ കണ്ടുപിടിക്കണം അല്ലേ. ആൻ ഇന്നർ ആംഗിൾ നമ്മൾ പറഞ്ഞു എല്ലാ ആംഗിൾസും സെയിം ആയിരിക്കും. എന്താ ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ പ്രത്യേകത? എല്ലാ സൈഡ്സും ഈക്വൽ ആയിരിക്കും. അതേപോലെ ഈ 3 ആംഗിൾസും ഈ 3 കോണുകളുടെ എന്തായിരിക്കും? 3 കോണുകളും സെയിം ആയിരിക്കും. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറ, എല്ലാ ആംഗിൾസിൻ്റെയും ടോട്ടൽ സമ്മ്
180 അപ്പോൾ 1 കിട്ടാൻ എന്ത് ചെയ്താൽ മതി? നമുക്കറിയാം എത്ര ആംഗിളാണ് അവിടെ ഉള്ളത്? 1 2 3 കോണുകളല്ലേ? അപ്പോൾ 1 കിട്ടാൻ 3 തുല്യമാണ് അല്ലേ? അപ്പോൾ 1 കിട്ടാൻ വേണ്ടി നമ്മൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ പോരെ? ആകെ 180 അല്ലേ? 180/3 ചെയ്താൽ എത്ര കിട്ടും? 180/3 60 ഡിഗ്രി. അതായത് ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ഓരോ ആംഗിളും എത്ര ഡിഗ്രി വീതമായിരിക്കും? ഇവിടെ 60 ആയിരിക്കും, ഇത് 60 ആയിരിക്കും, ഇത് 60 ആയിരിക്കും. കാര്യം പറഞ്ഞാൽ മനസ്സിലായോ? അതാണ് ആൻ ഇന്നർ ആംഗിൾ എന്ന് പറഞ്ഞാൽ ഒരു ഇന്നർ ആംഗിൾ 60 ഡിഗ്രി ആയിരിക്കും. ഇനി അടുത്ത ചോദിച്ചാൽ എന്താ? ഇന്നർ ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു അകക്കോണിൻ്റെ അളവ് അല്ലേ? ഒരു അകക്കോണിൻ്റെ അളവ് സമം 60 ഡിഗ്രി. അടുത്തത് ഒരു പുറംകോണിൻ്റെ അളവ്. എന്താ ഒരു പുറംകോൺ? 3 പുറംകോണും കൂടെ കൂട്ടിയാൽ അഥവാ 3 ഔട്ടർ ആംഗിൾസിൻ്റെയും ടോട്ടൽ സമം 360 എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇപ്പം പറഞ്ഞതുപോലെ തന്നെ നമുക്ക് എന്ത് പറയാം? ഒരു ഔട്ടർ ആംഗിൾ കാണാൻ നമുക്ക് ചെയ്തുകൂടെ? സിമ്പിളായിട്ട് ചെയ്തുകൂടെ? എങ്ങനെ ചെയ്യാം? ആൻ ഔട്ടർ ആംഗിൾ, 3 ഔട്ടർ ആംഗിളും കൂടെ ടോട്ടൽ സമം 360 ആണ് അല്ലേ? 3 ഔട്ടർ ആംഗിൾ അല്ലേ ഉള്ളൂ. അപ്പോൾ 360നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. നമുക്ക് എത്ര കിട്ടും? 360/3 ചെയ്ത് കഴിഞ്ഞാൽ 120 എന്ന് കിട്ടും അല്ലേ? 360/3 ചെയ്താൽ എത്ര കിട്ടും? 120 ഡിഗ്രി എന്ന് കിട്ടും. ക്ലിയർ അല്ലേ? അപ്പോൾ നമ്മൾ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആയിട്ട് റിലേറ്റ് ചെയ്ത എല്ലാത്തിനും ആൻസർ ചെയ്തില്ലേ? നോക്ക്, നമ്പർ ഓഫ് സൈഡ്സ് 3 ആണ്. സം ഓഫ് ഇന്നർ ആംഗിൾസ് അഥവാ അകക്കോണുകളുടെ തുക 180 ഡിഗ്രി ആണ്. സം ഓഫ് ഔട്ടർ ആംഗിൾ 360 ആണ്. പുറംകോണുകളുടെ തുക 360 ആണ്. ഒരു ഇന്നർ ആംഗിൾ അതായത് ഒരു അകക്കോൺ എന്ന് പറയുന്നത് 180/3 60 ഡിഗ്രി എന്ന് കിട്ടും. ഒരു ഔട്ടർ ആംഗിൾ കിട്ടാൻ ടോട്ടൽ 360 ആണ് ഔട്ടർ ആംഗിൾ ഉള്ളത്. അതിന് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും? 120 ഡിഗ്രി എന്ന് കിട്ടും. കിട്ടിയല്ലോ. ഇനി ഇതേപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് സ്ക്വയറും പിന്നെ എന്തുണ്ട് നമ്മളെ ബാക്കി പെൻറ്റഗൺ ഉണ്ട്, അതൊക്കെ ചെയ്ത് നോക്കാം അല്ലേ? അപ്പോൾ നിങ്ങൾ നോക്ക്, ഞാൻ പറഞ്ഞു 4 സൈഡും ഈക്വൽ ആയതിന് നമ്മൾ എന്താ വിളിക്കുക? സ്ക്വയർ അഥവാ എന്ത് വിളിക്കും? സമചതുരെന്ന് വിളിക്കും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഓരോന്ന് ആൻസർ ചെയ്ത് പോവാം അല്ലേ? അപ്പോൾ നിങ്ങൾ നോക്ക്, ഇവിടെ നമുക്ക് എന്ത് പറയാം? ഓക്കെ, നമ്പർ ഓഫ് സൈഡ്സ്. ഇവിടുത്തെ നമ്പർ ഓഫ് സൈഡ്സ് പറഞ്ഞേ. നമ്പർ ഓഫ് സൈഡ്സ് ഈക്വൽ ടു 4 അല്ലേ? 4 സൈഡ്സ് അല്ലേ ഉള്ളത്. ഇനി സം ഓഫ് ഇന്നർ ആംഗിൾ, അകക്കോണുകളുടെ തുക. സം ഓഫ് ഇന്നർ ആംഗിൾ എത്ര വരും? നോക്ക്, ശ്രദ്ധിച്ചേ. n-2 × 180 ഡിഗ്രി അല്ലേ? n-2 എന്ന് പറഞ്ഞാൽ n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് സൈഡാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇവിടെ എത്ര നമ്പർ ഓഫ് സൈഡ് ഉണ്ട്? 4 വശങ്ങളുണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 4 - 2 × 180 അതായത് എന്ത് വരും? 3 × 180 എന്ന് വരും. സോറി, 3 × 180 അല്ല, 4 - 2 എന്ത് വരും? 2 × 180 എന്ന് വരും അല്ലേ? ഓക്കെ, സോ 2 × 180 ചെയ്യാം. 2 × 180 എത്ര കിട്ടും? 360 ഡിഗ്രി എന്ന് കിട്ടും. ക്ലിയർ ആയല്ലോ? അപ്പോൾ സം ഓഫ് ഇന്നർ ആംഗിൾസ് എത്ര വന്നു? 360 ഡിഗ്രി വന്നു. ഇനി നമ്മളോട് എന്താ ചോദിച്ചത്? സം ഓഫ് ഔട്ടർ ആംഗിൾ. നേരത്തെ പറഞ്ഞല്ലോ. എന്താ പറഞ്ഞത്? ഏത് പോളിഗൺ ആണെങ്കിലും ശരി, സം ഓഫ് ഔട്ടർ ആംഗിളിന് മാറ്റമുണ്ടോ? ഔട്ടർ ആംഗിൾ പുറംകോണുകളുടെ തുക എപ്പോഴും 360. അത് കൂടുതൽ നിങ്ങൾ ചിന്തിക്കാൻ പോകേണ്ട ആവശ്യമില്ല കേട്ടോ. ഓക്കെ അല്ലേ? ഇനി നമ്മൾ എന്ത് കാണണം? ആൻ ഇന്നർ ആംഗിൾ, ഒരകക്കോണ്. ആൻ ഇന്നർ ആംഗിൾ അതായത് ഇത് ഓരോന്നും എത്ര വീത വരിക എന്നാണ് ചോദിക്കുന്നത്. നമുക്കറിയാം ടോട്ടൽ എല്ലാം കൂടി 360 ഡിഗ്രിയാണ് അല്ലേ? എത്ര ആംഗിൾസ് ഉണ്ട് ഒരു സ്ക്വയറിൽ? എത്ര കോണുകളുണ്ട്? 4 എണ്ണം. അപ്പോൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ പോരെ? അപ്പോൾ എത്ര വരും? ഒരു ഇന്നർ ആംഗിൾ 90 ഡിഗ്രി എന്ന് വരും. അതായത് ഇത് ഓരോന്നും എത്ര വീതം വരും? 90 90 90 90 എന്ന് വരും. ടോട്ടൽ 360 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഈ സ്ക്വയറിനൊരു പ്രത്യേകത ഉണ്ട്. ഇന്നർ ആംഗിൾസിൻ്റെ സമ്മും 360 ആണ്, ഔട്ടർ ആംഗിൾസിൻ്റെ സമ്മും 360 ആണ്. അപ്പോൾ നമുക്ക് ആൻ ഔട്ടർ ആംഗിൾ കാണാനും എന്ത് തന്നെയാണ് ചെയ്യേണ്ടത്? 360നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു അല്ലേ? സോ 360 / 4 വിച്ച് ഈസ് ഈക്വൽ ടു എന്തെന്ന് തന്നെ കിട്ടും? 90 ഡിഗ്രി എന്ന് കിട്ടും. അതായത് എന്താണ് ഔട്ടർ ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ജസ്റ്റ് എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കുന്നതാണ് അല്ലേ? ഇവിടെ 90 ഡിഗ്രി വരും. അതേപോലെ ഇവിടെ വരച്ചു കഴിഞ്ഞാൽ ഇവിടെയും 90 ഡിഗ്രി വരും. ഓരോ ഔട്ടർ ആംഗിളും എന്ത് വരും? 90 ആയിട്ട് വരും. ക്ലിയർ അല്ലേ? അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഏതൊക്കെ പറഞ്ഞു? ഇക്വിലാറ്ററൽ ട്രയാങ്കിളും പറഞ്ഞു, സ്ക്വയറും പറഞ്ഞു. ഇനി നമുക്ക് 2 ഷേപ്പ് കൂടി ഇതേപോലെ പെട്ടെന്ന് പറയാം. ഇവിടെ നോക്ക്. അപ്പോൾ ഇവിടെ നോക്ക്, ഇതെന്താ ഷേപ്പ്? സമപഞ്ചഭുജം അഥവാ എന്താണ്? റെഗുലർ പെൻറ്റഗൺ. പഞ്ചഭുജം ആണ് കേട്ടോ അത്.
അല്ലെങ്കിൽ ഇതിന് നമ്മൾ എന്ത് പറയും? റെഗുലർ പെൻറ്റഗൺ എന്ന് പറയും. പെൻറ്റഗൺ എന്ന് പറഞ്ഞാൽ 5 സൈഡുള്ളതിനെ പറയുന്നതാണ് കേട്ടോ. അപ്പം നമ്പർ ഓഫ് സൈഡ്സ് നമുക്ക് എന്ത് പറയാം? വശങ്ങളുടെ എണ്ണം 5 എന്ന് വരും അല്ലേ? 5 എണ്ണയിലുള്ളത് എല്ലാം ഈക്വൽ ലെങ്ത്തുകളാണ് അല്ലേ? ഓക്കെ, നമ്പർ ഓഫ് സൈഡ്സ് 5 പറഞ്ഞു. ഇനി നമുക്ക് എന്തായിരുന്നു എഴുതേണ്ടത്? സം ഓഫ് ഇന്നർ ആംഗിൾ അല്ലേ? അകക്കോണുകളുടെ തുക. സം ഓഫ് ഇന്നർ ആംഗിൾ. സം ഓഫ് ഇന്നർ ആംഗിൾ എന്താ വരിക? n-2 × 180. ഇവിടെ എന്നിന് പകരം എന്താ? നമ്പർ ഓഫ് സൈഡ്സ് 5 അല്ലേ? സോ 5 - 2 × 180 ദാറ്റ് ഈസ് 3 × 180 എന്ത് വരും? 540 ഡിഗ്രി എന്ന് വരും. 3 × 180 ചെയ്താൽ 540 വരും കേട്ടോ. ഇനി എന്താണ്? സം ഓഫ് ഔട്ടർ ആംഗിൾ അഥവാ പുറംകോണുകളുടെ തുക. പുറംകോണുകളുടെ തുക എന്താ? ചെയ്ത് നോക്കണോ? വേണ്ട, എല്ലാം 360 നമ്മൾ പറഞ്ഞു അല്ലേ? ഓക്കെ, ഇനി ഒരു ഇന്നർ ആംഗിൾ ആൻ ഇന്നർ ആംഗിൾ കേട്ടോ. ആൻ ഇന്നർ ആംഗിൾ എന്തെഴുതും? എന്താ ചെയ്യേണ്ടതെന്ന് ചിന്തിച്ച് നോക്ക്. ആൻ ഇന്നർ ആംഗിൾ അല്ലെങ്കിൽ ഒരു അകക്കോണിൻ്റെ തുക കാണാൻ നമ്മൾ എന്ത് ചെയ്യണം? ടോട്ടൽ എത്ര കോണുകളാണ്? എല്ലാം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇതെല്ലാം കൂടി ആഡ് ചെയ്താൽ എത്രയാണെന്ന് കിട്ടിയത്? 540 അല്ലേ? അപ്പോൾ 1 കിട്ടാൻ എന്ത് ചെയ്താൽ മതി? ഈ 540നെ 5 കോണുകളല്ലേ ഉള്ളത്? 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ പോരെ? പ്രശ്നമൊന്നുമില്ലല്ലോ. അപ്പോൾ എത്ര കിട്ടും? ചെയ്ത് നോക്കുക. 540/5 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 108 ഡിഗ്രിന്ന് കിട്ടും. 108 ഡിഗ്രി കിട്ടും കേട്ടോ. ഇനി നമുക്ക് എന്ത് കാണാനുണ്ട്? ആൻ ഔട്ടർ ആംഗിൾ, ഒരു പുറംകോണും കാണാനുണ്ട് അല്ലേ? നമുക്കറിയാം ടോട്ടൽ 360 ആണ്. 360നെ നമ്മൾ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? 360നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 360നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 72 ഡിഗ്രിന്ന് കിട്ടും കേട്ടോ. സാധാ ഡിവിഷൻ, നോർമൽ ഡിവിഷനാണ്, വേറെ ഒന്നുമില്ല. എന്തുകൊണ്ടാണ് നമ്മൾ 5 വന്നത്? 5 ഇന്നർ ആംഗിൾ, 5 ഔട്ടർ ആംഗിൾ, എല്ലാ ആംഗിൾസും 5 വീതമല്ലേ ഉള്ളത്, എല്ലാ കോണുകളും. അതുകൊണ്ടാണ് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ ഇതിനെക്കുറിച്ചെല്ലാം കിട്ടിയല്ലോ. ഇനി നമുക്ക് ഇവിടെ ഒരു ഷേപ്പ് ഉണ്ടല്ലോ. ഇതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. ഇത് എത്ര സൈഡ് ഉണ്ടോയെന്ന് എണ്ണി നോക്ക്. 1 2 3 4 5 6 6 സൈഡ്സ് ഉള്ള റെഗുലർ പോളിഗണിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? റെഗുലർ ഹെക്സഗൺ അഥവാ സമ അഷ്ടഭുജം എന്ന് വിളിക്കും. എന്താ വിളിക്കുക? സമ അഷ്ടഭുജം എന്ന് വിളിക്കും. ഓക്കെ അല്ലേ? നോക്കാം. അപ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ച് നോക്കാം. സമ അഷ്ടഭുജം. ഇവിടെ നമുക്ക് നമ്പർ ഓഫ് സൈഡ്സ് അഥവാ വശങ്ങളുടെ എണ്ണം എത്രയാ? 6 ആണല്ലോ. ഇനി നമുക്ക് എന്താ നോക്കേണ്ടത്? സം ഓഫ് ഇന്നർ ആംഗിൾ, എത്ര അകക്കോണുകളുടെ ആകെ തുക അല്ലേ? എന്താ ഇക്വേഷൻ? n-2 × 180. n എന്ന് പറഞ്ഞാൽ എത്ര സൈഡ്? ഇവിടെ 6 സൈഡ് അല്ലേ ഉള്ളത്. അപ്പോൾ 6 - 2 × 180 4 × 180 അല്ലേ? സമം 720 എന്ന് വരും. ക്ലിയർ അല്ലേ? കുഴപ്പമൊന്നുമില്ലല്ലോ. അടുത്ത നമ്മൾ എന്ത് ചെയ്യണം? സം ഓഫ് ഔട്ടർ ആംഗിൾ അല്ലെങ്കിൽ പുറം കോണുകളുടെ തുക. പുറം കോണുകളുടെ തുക കാണാൻ എന്താ? ഇക്വേഷൻ ഒന്നുമില്ല അല്ലേ? ഏത് പോളിഗണായാലും പുറം കോണിൻ്റെ തുക അഥവാ ഔട്ടർ ആംഗിൾസിൻ്റെ സം എത്രയാണ്? 360 ഡിഗ്രിയാണ്. അപ്പോൾ അതിൽ ഡൗട്ടൊന്നുമില്ല. ഇനി നമുക്ക് എന്ത് കാണണം? ആൻ ഇന്നർ ആംഗിൾ, ഒരു ഇന്നർ ആംഗിൾ എത്ര വീതാ വരിക എന്നുള്ളതാണ് കാണാൻ പോകുന്നത്. ഓക്കെ അല്ലേ? ടോട്ടൽ 720 ആണല്ലോ, 720 ആണല്ലോ. ടോട്ടൽ എത്ര ആംഗിൾസ് ഉണ്ട്? 6 കോണുകളല്ലേ ഉള്ളത്. അപ്പോൾ 720നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. നമുക്ക് എത്ര കിട്ടും? 120 ഡിഗ്രി എന്ന് കിട്ടും കേട്ടോ. അതായത് ഇതിൻ്റെ മീനിങ് എന്താ? ഇത് 120 വരും, അതേപോലെ ഇത് 120 വരും. ഇങ്ങനെ ഓരോന്നും എത്ര വീതം വരും? 120 120 120 എന്ന് വരും. അതാണ് ആൻ ഇന്നർ ആംഗിൾ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി നമുക്ക് എന്ത് വേണം? ആൻ ഔട്ടർ ആംഗിൾ, ഒരു പുറംകോൺ എത്രയാണെന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയാം ടോട്ടൽ 360 ആണ് അല്ലേ? ടോട്ടൽ 360 ആണ്. എത്ര പുറംകോൺ ഉണ്ട്? എത്ര ഔട്ടർ ആംഗിൾ ഉണ്ട്? 6 ഔട്ടർ ആംഗിൾ ഉണ്ട്. അപ്പോൾ ഓരോന്നും എത്ര വീതം വരും? 60 ഡിഗ്രി വീതം വരും. അതായത് നമ്മളിങ്ങനെ പുറത്തേക്ക് നീട്ടി എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ച് കഴിഞ്ഞാൽ ഇവിടെ 60 ഡിഗ്രി ഉണ്ടാവും. അതേപോലെ ഇങ്ങനെ ഇവിടെ വരച്ച് കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടാവുന്ന ഔട്ടർ ആംഗിൾ 60 ഡിഗ്രി ആയിരിക്കും. ഇവിടെ വരച്ച് കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടാവുന്ന ആംഗിൾ 60 ഡിഗ്രി ആയിരിക്കും. അതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ നമ്മൾ ഇത് കുറച്ച് ലാസ്റ്റിലേക്ക് സ്പീഡിൽ പറഞ്ഞത് എന്തുകൊണ്ടാണ്? നമ്മൾ 8ാം ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്ന ഒരു ഏരിയ ആണ് അല്ലേ? അപ്പോൾ നമ്മൾ എല്ലാ റെഗുലർ പോളിഗണിൻ്റെയും 6 സൈഡ് വരെ ഉള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തു. എല്ലാവർക്കും ക്ലിയർ ആണല്ലോ? അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം അല്ലേ? അടുത്ത ചോദ്യം നോക്കിക്കേ. 3 കൊണ്ട് ഹരിച്ചാൽ
ഒന്ന് ശിഷ്ടം വരുന്ന എണ്ണൽ സംഖ്യകളുടെയും 2 ശിഷ്ടം വരുന്ന എണ്ണൽ സംഖ്യകളുടെയും ശ്രേണികൾ എഴുതുക. നമ്മളിപ്പോൾ സീക്വൻസുകൾ എഴുതാനല്ലേ പഠിക്കുന്നത് അല്ലേ? എന്തെങ്കിലും റൂളുള്ള നമ്പേഴ്സിനായിരുന്നു നമ്മൾ സീക്വൻസ് എന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ അല്ലേ? റൈറ്റ് ദ സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. എങ്ങനത്തെ സീക്വൻസാണ് നമ്മൾ എഴുതേണ്ടത്? ലീവ് റിമൈൻഡർ 1 ഓൺ ഡിവിഷൻ ബൈ 3. അതായത് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 1 ശിഷ്ടം വരണം, റിമൈൻഡർ 1 വരണം. അത് നമ്മൾ എങ്ങനെയാണ് എഴുതുക? അത് നമ്മൾ ആദ്യം എഴുതണമെങ്കിൽ ശിഷ്ടമൊക്കെ അവിടെ നിൽക്കട്ടെ. ആദ്യം നമ്മൾ 3ൻ്റെ ഗുണിതങ്ങൾ എഴുതുക. എന്താ എഴുതാൻ പോകുന്നത്? 3ൻ്റെ ഗുണിതങ്ങൾ അഥവാ മൾട്ടിപ്പിൾസ് ഓഫ് 3. ഓക്കെ, ഒന്ന് പറഞ്ഞേ, ഏതാ 3ൻ്റെ ഗുണിതങ്ങൾ? അതന്നെ 3, 6, 9, 12 അല്ലേ? 3ൻ്റെ ഗുണിതങ്ങൾ മൾട്ടിപ്പിൾസ് അറിയാത്ത ആരും ഇല്ലല്ലോ. അപ്പോൾ നമ്മൾ 3ൻ്റെ ഗുണിതങ്ങൾ എഴുതി. പക്ഷേ ഇതല്ല നമ്മളോട് എഴുതാൻ പറഞ്ഞേ. നമ്മളോട് എഴുതാൻ വന്നാൽ 3 കൊണ്ട് ഹരിക്കുമ്പോൾ 1 ശിഷ്ടം വരണം, നമുക്ക് റിമൈൻഡർ 1 വരണം. അപ്പോൾ ഒന്നുമില്ല, നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്യാം. നിങ്ങളോട് 3ൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് നമ്മൾ 3ൻ്റെ മൾട്ടിപ്പിൾസ് എഴുതി. ഇനി 1 ശിഷ്ടം വരേണ്ടതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഈ സംഖ്യേൻ്റെയൊക്കെ കൂടെ 1 ആഡ് ചെയ്ത് കൊടുക്കുക. എന്താ ചെയ്യേണ്ടത്? 1 ജസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെയൊക്കെ കൂടെ +1 ചെയ്യാം. അപ്പോൾ ശിഷ്ടം 2 കിട്ടേണ്ടത് വെച്ചാൽ എന്താ ചെയ്യണം? 2 ആഡ് ചെയ്യണം. 3 കിട്ടേണ്ടതെങ്കിലോ 3 ആഡ് ചെയ്യണം. ക്ലിയർ ആയില്ലേ? അപ്പോൾ നമുക്ക് നമ്മളോട് ചോദിച്ചാൽ എന്താ? 3 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം റിമൈൻഡർ 1 വരണം എന്നല്ലേ നമ്മളോട് പറഞ്ഞത്? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? ഇതിനെ 1 ആഡ് ചെയ്യുക. നിങ്ങൾ പറ, 3നെ 1 ആഡ് ചെയ്താൽ എത്ര വരും? 4. 6നെ 1 ആഡ് ചെയ്താൽ എന്ത് വരും? 7, 10, 13. അങ്ങനെ കണ്ടിന്യൂസ് ആയി പോലെ. സംഭവം മനസ്സിലായല്ലോ? 3ൻ്റെ ഗുണിതങ്ങൾ മൾട്ടിപ്പിൾസ് എഴുതി, എന്നിട്ട് റിമൈൻഡർ 1 വരേണ്ടതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? 1 കൂട്ടി എഴുതി. പക്ഷെ നിങ്ങളിവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം. 1 റിമൈൻഡർ വരുമ്പോൾ നിങ്ങൾ തുടങ്ങുന്ന നമ്പർ 1 ആയിരിക്കണം. മനസ്സിലായോ? ഞാൻ കാണിച്ചു തരാം. അപ്പോൾ എന്താ അതിൻ്റെ മീനിങ്? 1നെ നമ്മൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 1ൽ 3 പോവോ? നിങ്ങൾ പറ, 1 ചെറിയ നമ്പർ അല്ലേ? അപ്പോൾ 1നെ നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല അല്ലേ? അതിൻ്റെ മീനിങ് 1നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ അവിടെ റിമൈൻഡർ എന്ത് തന്നെ വരും? 1 എന്ന് തന്നെ വരില്ലേ? ഇല്ലേ? അപ്പം അടുത്ത നമ്പർ ഏതാ? 4 ഞാൻ എഴുതിയത്. 4നെ നിങ്ങളൊന്ന് 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്ക്, ഹരിച്ച് നോക്ക്. 4ൽ എത്ര 3 ഉണ്ട്? 1 3 3. എത്ര വന്നു റിമൈൻഡർ? 4 - 3 1. അപ്പോൾ കറക്റ്റ് ആയില്ലേ? അടുത്തത് ഏതാ നമ്മൾ എഴുതിയത്? 7നെ 3 കൊണ്ട് ഹരിച്ച് നോക്ക്. 2 3 6. 7 6 സബ്ട്രാക്ട് ചെയ്താൽ എത്രയാ? 1. റിമൈൻഡർ 1 വന്നില്ലേ? ഇല്ലേ? അപ്പോൾ ഇതേപോലെ ഏത് സംഖ്യ നിങ്ങൾ എഴുതി കഴിഞ്ഞാലും എന്താ സംഭവിക്കുക? 3. 10ൽ എത്ര 3 ഉണ്ട്? 3 3 9. റിമൈൻഡർ 1. അപ്പോൾ ക്ലിയർ ആയല്ലോ? നമ്മൾ എഴുതിയിട്ടുള്ള ഈ നമ്പേഴ്സിനെയൊക്കെ നമ്മൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ എത്ര വരും? 1 എന്ന് വരും. അത് കിട്ടാൻ എന്താ നമ്മൾ ചെയ്തത്? ആദ്യം 3ൻ്റെ മൾട്ടിപ്പിൾസ് എഴുതി, എന്നിട്ട് 1 ആഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, റിമൈൻഡർ 1 എന്ന് പറയുമ്പം അവിടെ 1ൽ തന്നെ നമ്പർ സ്റ്റാർട്ട് ചെയ്യും. ക്ലിയർ അല്ലേ? ഇനി നിങ്ങൾ അതേപോലെ നമ്മളോട് ചോദ്യം കഴിഞ്ഞിട്ടില്ല അല്ലേ? അതിൻ്റെ ഒരു ബാക്കി ഒരു എൻഡ് കൂടെ ഉണ്ട്. എന്താ ചോദിക്കുന്നത്? 2 ശിഷ്ടം വരുന്ന എണ്ണൽ സംഖ്യകളുടെയും ശ്രേണികൾ എഴുതുക. 1 മാത്രം എഴുതിയാൽ പോരാ, റിമൈൻഡർ 2 വരണം. അപ്പം നിങ്ങൾ നോക്ക്, എന്തെങ്കിലും മാറ്റമുണ്ടോ? ഇപ്പം ചെയ്ത അതേപോലെ തന്നെ എഴുതിയാൽ പോരെ? എങ്ങനെ എഴുതാം നിങ്ങൾക്ക് പറ? നമ്മളിവിടെ എഴുതിയ 3ൻ്റെ ഗുണിതങ്ങൾ ഏതാ? 3ൻ്റെ ഗുണിതങ്ങൾ ഏതാ? 3, 6, 9, 12 അല്ലേ? 3ൻ്റെ മൾട്ടിപ്പിൾസ് എഴുതി. ഇനി റിമൈൻഡർ 2 വരേണ്ടതുകൊണ്ട് നമ്മൾ ഇതിനൊക്കെ എന്തുകൊണ്ട് ആഡ് ചെയ്ത് കൊടുക്കുക? 2 കൊണ്ട് ആഡ് ചെയ്ത് കൊടുക്കുക. വേറെ ഒന്നും ചെയ്യണ്ട. അങ്ങനെയാണ് നിങ്ങൾ പറ, എന്ത് വരും ആൻസർ? 3 + 2 5. പിന്നെന്ത് വരും? 8, 11, 14 അല്ലേ? 2 ആഡ് ചെയ്ത് പോയാൽ അങ്ങനെയല്ലേ കിട്ടുക? സിമ്പിളായിട്ട് എഴുതിക്കൂടെ? അപ്പോൾ 5, 8, 11, 14 അങ്ങനെ പോയി അല്ലേ? അപ്പോൾ നിങ്ങൾ നോക്ക്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഫസ്റ്റ് ഒരു നമ്പർ എഴുതണം. 2 ശിഷ്ടം വരുന്നതുകൊണ്ട് ഈ ശ്രേണി എവിടെ സ്റ്റാർട്ട് ചെയ്യും? അഥവാ ഈ സീക്വൻസ് എവിടെ സ്റ്റാർട്ട് ചെയ്യും? 2ൽ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ മിസ് നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് ചെക്ക് ചെയ്ത് കാണിച്ചു തരട്ടെ. നമ്മൾ 2നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് റിമൈൻഡർ 1 വരണം അല്ലേ? നിങ്ങൾ നോക്ക്, 2ൽ 3 പോവോ? ഡിവൈഡ് ചെയ്യാൻ കഴിയുമോ? ഇല്ലല്ലോ. അപ്പോൾ എന്ത് സംഭവിക്കും? അവിടെ റിമൈൻഡർ 2 തന്നെ വരൂലേ? ഇനി അടുത്ത നമ്പർ 5 ആണ്. 5നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 5ൽ എത്ര 2 ഉണ്ട്? സോറി, 2 കൊണ്ടല്ല. എന്തുകൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്?
3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ്. 5നെ നമ്മൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 5ൽ എത്ര 3 ഉണ്ട്? ഒരു 3 3 അല്ലേ. 5 - 3 എത്ര വരും? 2 എന്ന് കിട്ടും. കണ്ടോ, റിമൈൻഡർ 2 വന്നത് കണ്ടോ, ശിഷ്ടം. അടുത്ത നമ്പർ നമ്മൾ ഏതാ എഴുതിയത്? 8 ആണ്. 8നെ നമ്മൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 8ൽ എത്ര 3 ഉണ്ട്? 2 3 6 വരും. എത്ര വരും റിമൈൻഡർ? 2 വന്നത് കണ്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ഈ എഴുതിയിട്ടുള്ള നമ്പേഴ്സിനെയൊക്കെ നമ്മൾ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം അവിടെ ശിഷ്ടം അഥവാ റിമൈൻഡർ 2 വരുന്നു. ഈ എഴുതിയിട്ടുള്ള നമ്പേഴ്സിനൊക്കെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ശിഷ്ടം 1 വരുന്നു. അപ്പോൾ നമ്മളത് കിട്ടാൻ എന്താ ചെയ്യേണ്ടത്? ഒന്നുമില്ല, നിങ്ങളോട് പറഞ്ഞ നമ്പറിൻ്റെ ഗുണിതങ്ങൾ എഴുതുക. എന്നിട്ട് ആ റിമൈൻഡർ കൂട്ടി കൂട്ടി എഴുതാൽ മതി. അപ്പോൾ സിമ്പിളായിട്ട് കിട്ടും. ക്ലിയർ ആയല്ലോ? എല്ലാവർക്കും പറഞ്ഞത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ അല്ലേ? അപ്പോൾ ഇന്ന് പറഞ്ഞ ചോദ്യങ്ങളൊക്കെ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്ത് ചോദിക്കാം. ഇപ്പം എല്ലാവർക്കും ഓക്കെ അല്ലേ? ബാക്കി 2 ക്വസ്റ്റ്യൻ കൂടെ അവിടെ വരുന്നുണ്ട്. അത് നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക്